ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വന്നേക്കണേ. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഇന്ന് ഞായറാഴ്ചയാണ്. നല്ല ഒരു റെയിനി ഓണാണ്, ആൽക്കഹോളിക് വെതർ. ഞാൻ മഴയത്ത് നീന്തിയൊക്കെയാണ് വന്നത് എന്റെ വണ്ടിയും കൊണ്ട്. കാരണം നമ്മുടെ മൊരമ്പങ്കാലൊക്കെ തന്നെ ഷോർട്ട് കട്ട് ഭയങ്കര വെള്ളമാണ്. എനിക്ക് ടെൻഷനായിരുന്നു, ഇതിന്റെ ഉള്ളിൽ ഞാൻ വെള്ളം കയറുമോ എന്തെങ്കിലും പറ്റുമോന്നൊക്കെ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പുതിയ വണ്ടിയാണ്ടേ ഞാൻ ഇടക്കിടക്ക് പറയും. അപ്പതേ 5 മാസം. അപ്പതേ ഞങ്ങള് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ വിമലിന്റെ വിഷ്ണു പുതിയ ഹെയർ സ്റ്റൈലൊക്കെ കട്ട് ചെയ്ത് ഇത് പഴയ ഹെയർ സ്റ്റൈൽ തന്നെയാണ്. നമ്മള് വിമലിന്റെ അടുത്ത് പോയി സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. വിമലിന്റെ അടുത്ത് സർപ്രൈസ് കൊടുക്കാതെ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ബീച്ചിൽ പോകാം. എവിടെടാ പാമ്പോ മീനോ അങ്ങോട്ടൊക്കെ പോയി വേറെല്ലാം പോവോ ഗൈസ്? വിമലിന്റെ വീട് വെള്ളത്തിൽ മുങ്ങി നിൽക്കണതാണ്. ഞങ്ങൾ വിമലിന്റെ വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ വിമലിന്റെ വീട് ദേ പുഴയായിട്ട് കിടക്കണം. ഇവിടെ അവിടെ ചതി. അയ്യോ, അങ്ങനത്തെ വിമലിന്റെ വീടെത്തി. നിറച്ച് വെള്ളമാണ്, പക്ഷെ നല്ല തെളി വെള്ളം കേട്ടാ. കാരണം ഉണ്ടല്ല, ഫുള്ള് മെറ്റിലിട്ടേക്കണം. നമ്മളിത് ഇവിടെ ഒരു വലിയച്ഛനെ കണ്ട് സംസാരിച്ച് നിക്കണേന്ന്. എടാ മീനുണ്ടാ, മീൻ. ഞാൻ ഒരു മീനിനെ കാണിച്ചു തരാം. അയ്യോ, ഞാനൊരു മീനിനെ കണ്ട്. ഇപ്പൊ എടുക്കാം വീഡിയോ. പൂച്ചുട്ടി എവിടാ? അപ്പോൾ നമ്മൾ വിമലിന്റെ വീട്ടിലെത്തിക്കാണ്. വിമലിന്റെ റൂം വിമലി അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ശരിക്കാൻ തരാം. വിമൽ ഇതെന്ത് കാണാണ്? ഇതാ വിമലൊരു കടുത്ത എന്താരാധകനാണ്. ശരി, എന്താരാധകനാണ്. ഓക്കെ, ഈ കാർ ഓടുമോ? മാറ്റി. ചെറിയ റിമോട്ടിൽ കൊണ്ടാണ് അത്രയും വലിയ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വിമലിൻ്റെ കാർ കളക്ഷനിൽ നിന്ന് ഒരു കാറൊക്കെ എടുത്ത് കുറച്ച് നേരം ഓടിച്ച്. പിന്നെ മഴയും ക്ലൈമറ്റൊക്കെ കണ്ടപ്പോൾ ബീച്ചിൽ പോകാൻ തോന്നി. അങ്ങനെ ദേ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ ചെറായി ബീച്ചിലെത്തിയിരിക്കുകയാണ്. നല്ല സുഖം. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. ഇടക്കൊക്കെ ബീച്ചിൽ പോണം മഴയത്ത്, അല്ലേ വിമലേ? ഇവിടെ ഒട്ടും കരയില്ലാത്തോണ്ട് ഞങ്ങള് കുറച്ചങ്ങട് ലെഫ്റ്റ് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഓക്കെ, എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ചാളായി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഞങ്ങള് പോവാണ്. ഇവിടെ അങ്ങനെ ഇറങ്ങുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കണത്. അപ്പൊ നമുക്ക് നോർമലി ചാടിയിട്ടൊക്കെ ഇറങ്ങാം. ഞാൻ ചാടി പോന്ന്. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങ പോട്ടെ. ഇവിടെ നല്ല കിടിലൻ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ചെറായി. നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് പോയിട്ട് താമസിക്കാനൊക്കെ തോന്നും. ഇതൊരു റിസോർട്ടാണത്. ഈ അറ്റം മുതൽ അറ്റം വരെ
അതിന്റെ അപ്പുറം പുഴയാണെന്ന് തോന്നണം. അതിന്റെ അപ്പുറം പുഴയാണ്. നമ്മള് ഇങ്ങോട്ട് വരുമ്പോ കാണുന്ന പുഴയാണ്. ഇപ്പതേ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്താണ് നടക്കുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ ആ മരത്തിന്റെ അടിയിൽ പോയി നിൽക്കാം. ഇവന്മാര് ഇവിടെ നിൽക്കണം ഇങ്ങനെ. ഇവന്മാരാണെങ്കിൽ വന്നില്ല. അവന് ചാടാൻ പേടി. ഞാൻ ചാടിപ്പോന്നു. നല്ല മഴക്കാര്, നല്ല അടിപൊളി ക്ലൈമറ്റ് സെറ്റ്. രണ്ടെണ്ണങ്ങൾ നിൽക്കണില്ല. ഇതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട്. കാണുമ്പോ തന്നെ കയറി താമസിക്കാവുന്നുണ്ട്. നല്ല പൈസ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അങ്ങനെ ഞാൻ കാല് നനക്കാൻ നോക്കി, പക്ഷേ കാല് നനഞ്ഞില്ല. പിന്നെ എനിക്ക് കാല് നനക്കണ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ജസ്റ്റ് ഒരു കേക്കൊക്കെ മേടിച്ച്. വിമലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ ബീച്ചിലോട്ട് നേരെ വ്യൂ കിട്ടും. അപ്പോൾ അടിപൊളിയായിരുന്നു. കുറച്ച് നേരം മഴയൊക്കെ കൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അത്ര പറ്റിയില്ല. പിന്നെ ഒരു ഭംഗി ഉണ്ടായില്ല. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു അവിടെ. ഗൈസ്, നമ്മുടെ വ്ളോഗ് ഇന്നത്തെ അവസാനിച്ച് വീട്ടിൽ പോയാണ്. നല്ല മഴ പെയ്ത്. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ശരി എന്നാ ഓക്കെ.